വളരെ ആശങ്കയുയർത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, സിൽവർ ലൈനിന് പകരമായിട്ട് റെയിൽവേ തന്നെ സ്വന്തമായിട്ട് മൂന്നാമത്തെ പാത ഉണ്ടാക്കും. എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ളൊരു പാത ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി രേഖാമൂലവും അല്ലാതെയും ജനറൽ മാനേജർ പറഞ്ഞിരിക്കുന്നത്, അതായത് 2017-18 പിങ്ക് ബുക്കിൽ വന്ന, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ പാതയുടെ സർവേ പോലും പൂർത്തിയായിട്ടില്ല, DPR പോലും പൂർത്തിയായിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഹൈസ്പീഡ് ലൈനിലേക്ക്, അതായത് 180 കിലോമീറ്റർ ലൈനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അത് ലാഭകരമല്ലാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പോലും പറഞ്ഞു. അതിനർത്ഥം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിന് പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന, എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന, അല്ലെങ്കിൽ സതേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ കാതലായിട്ടുള്ള ഒരു മാറ്റവും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും കൂടി സ്പഷ്ടമായിരിക്കുന്നു. അതുപോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളവ് നിവർത്തൽ കാര്യങ്ങളൊക്കെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത് വളരെ ദുഷ്കരമാണെന്നും അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാതലായ പദ്ധതികളുടെ ഒരു കുറവ് വരും വർഷങ്ങളിലും അനുഭവിക്കാൻ പോവുകയാണ്.